ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരിച്ചൊരു തീയൽ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയും കുറച്ച് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. വേണ്ടി കുറച്ച് മുരിങ്ങയ്ക്കയും പടവലങ്ങയും കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഈ വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാമേ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാമേ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇത് ഇതിൽ അടുക്കി പിടിക്കാതിരിക്കാനാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുകയാണ്, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പാനിടയുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടുവേ. തേങ്ങയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങയെല്ലാം ഞാൻ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മതിയേ. ഇനി ഇത് കൂടുതലായാൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാമേ. ആദ്യം ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചിട്ട് പിന്നീട് കുറച്ച് വെള്ളം ചേർത്ത് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാമേ. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാമേ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ. അത് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. സവാളയും ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇനി ഈ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാമേ. ഇനി ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ബാക്കി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാമേ. ഇതിൽ ഉപ്പ് കുറവാകട്ടെ, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തിളപ്പിച്ചെടുക്കാമേ. വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇത് മതിയേ. ഇത് ഇതിലേക്ക് മാറ്റാമേ. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.